അപ്പൊ ഇനി കമ്പിത്തിരി പൂത്തിരി മത്താപ്പൊന്നുമില്ല, ഒക്കെ വെടിക്കെട്ട് പൊട്ടിക്കാണ് ഇനി. കാരണം ഇലക്ഷൻ ജയിച്ച അനൗൺസ്മെന്റ് ആണ് ഇനി ഇറങ്ങാനുള്ളത്. അപ്പൊ ആദ്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു ഉറപ്പുള്ള ആളുകളൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. മറ്റേന്ന് വെച്ചാൽ ആ സമയത്താകുമ്പോൾ നമുക്ക് ഭയങ്കര കൺജസ്റ്റ് ആയിരിക്കും. അപ്പോൾ റൈറ്റിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ നേരത്തെ തന്നെ സൂചന തരികയാണ്. എന്നാൽ ചെറിയൊരു സാമ്പിളോടെ ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വീരവാദം മുഴക്കി പുലിമടയാണെന്ന് പറഞ്ഞിടത്ത് ഞങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തി. പക്ഷേ ചെറുത്തു നിൽക്കാൻ പുലി പോയിട്ട് ഒരു പൂച്ചക്കുട്ടിയെപ്പോലും ഞങ്ങൾ കണ്ടില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ സൈന്യം കടന്നു വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബങ്കറിൽ ഒളിച്ചിരിക്കേണ്ടി വന്ന നിങ്ങളെ ഇനി 5 വർഷം കഴിഞ്ഞാൽ അടുത്ത പ്രചാരണത്തിന് ഈ ജനം പുറത്തു കാണൂ. നിങ്ങളുടെ നെഞ്ചിൻ കൂട്ടിൽ ഇടിമുഴക്കം തീർക്കുന്ന പ്രകമ്പനവുമായി KT സഫീർ എന്ന ജനനായകനൊപ്പം ഈ പടയാളികളിതാ കടന്നു വരികയാണ്. ജനകീയ കോടതിയിൽ ജയം വരിച്ച് ജനാധികാരത്തിന്റെ തിടമ്പേറ്റി ഗജവീരന്റെ ഗമയുള്ള KT സഫീർ എന്ന ആ ജനനായകന്റെ അകമ്പടിയോടെ UDFന്റെ സൈന്യമിതാ, പാണക്കാടിന്റെ പട്ടാളമിതാ, ഗാന്ധി കുടുംബത്തിന്റെ മുന്നണി പോരാളികളിതാ കടന്നു വരികയാണ്. കട്ടൻ ചായയും പരിപ്പുവടയും കുടിച്ച് ദിനേശ് ബീഡിയുടെ പുകയും വിട്ട് 4 കൂട്ടി മുറുക്കി ചുവപ്പിച്ച് ചാരുകസേരയിൽ ചാഞ്ഞിരുന്ന് വിടുവായുത്തം പറഞ്ഞ നേതാക്കന്മാരുടെ വാക്കും കേട്ട് അങ്ങ് കുന്നംകുളത്ത് പോയി പെട്ടി നിറയെ വെടിമരുന്നുമായി കടന്നുവന്ന് ആഘോഷിക്കാൻ കാത്തിരുന്ന ഞാഞ്ഞൂൽ അണികളെ ആ കരിമരുന്ന് നനയാതെ സൂക്ഷിക്കണം നിങ്ങൾ. അടുത്ത വിഷുവിനും പള്ളിപ്പെരുന്നാളിനും ബലിപെരുന്നാളിനും വീതം വെച്ച് നമുക്കൊരുമിച്ചിരുന്ന് പൊട്ടിക്കാം, ആ പൂത്തിരികൾ കത്തിക്കാം. ഈ മണ്ണിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന്റെ ഗുണ്ടുകൾ മാത്രം പൊട്ടട്ടെ. ഇത് രാജയോഗമാണ്. KT സഫീർ എന്ന ജനപ്രിയ നായകന് ഭൂരിപക്ഷത്തിന്റെ 336 രത്നക്കല്ലുകൾ പതിപ്പിച്ച വജ്രകിരീടം നെയ്തെടുത്ത് ആ മനോഹരമായ ശിരസിൽ ചൂടിക്കൊണ്ട് നമ്മുടെ നാടിന്റെ നായകനാക്കി പഞ്ചായത്ത് മന്ദിരത്തിലേക്ക് തിരഞ്ഞെടുത്ത പ്രിയ വോട്ടർമാരെ, നിങ്ങൾക്കാണ് അഭിനന്ദനങ്ങൾ, നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ. നിങ്ങൾ കാത്തിരുന്ന ജനനായകനിതാ കടന്നു വരികയാണ്. ആശീർവദിക്കൂ പ്രിയമുള്ളവരെ.